CPM നിലപാട്, കോൺഗ്രസ് നിലപാട് എല്ലാം പൊതുജനങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, ഇതിനൊക്കെ പ്രതികരിക്കാൻ വേണ്ടി അടുത്ത ഇലക്ഷനേ കഴിയുള്ളൂ. ഒരു പരാതി വന്നിട്ടുണ്ട്, അത്രയും വാർത്ത കണ്ടു. പക്ഷേ അത് സത്യമാണോ ഇല്ലയോ എന്ന്, കാരണം ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, ഇവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ നോക്കില്ല. ഇടതുപക്ഷത്തിന് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അത് പിടിക്കും, എത്ര മുങ്ങിയാലും അവർക്ക് പിടിക്കും. 100% അല്ല 1000% നമ്മൾ പറയേണ്ട യുക്തിയല്ല. എന്നാലും പറയാം, 100% ഈ വേടന് അനുകൂലം തന്നെ ഈ സർക്കാർ. നമസ്കാരം. ഇന്ന് ഇടത് സർക്കാരിൻ്റെ ഒരേ ഒരു ആവശ്യം, അത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജിയായിരിക്കും. എന്നാൽ സമാന കേസിൽ ആരോപണ വിധേയനായി തുടരുന്ന വേടനെതിരെ എന്ത് നടപടിയാണ് ഇതേ CPM സ്വീകരിച്ചത്? അദ്ദേഹത്തെ കാണാതായിട്ട് ഒരുപാട് ദിവസങ്ങളായി. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് ഒരുപാട് ദിവസങ്ങളായിട്ട് പോലും വേടനെ ഇതുവരെ ഇടത് സർക്കാരിന് കണ്ടുപിടിക്കാനോ പോലീസിനോ ഒന്നും കണ്ടുപിടിക്കാനോ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും രാഹുലിനും വേടനും രണ്ട് നിയമം? ഇതേപറ്റി ജനങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോകുന്ന കേസ് കണ്ടു കാണുമല്ലോ. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPM. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന സമാനമായ ഒരു കേസാണ് ഗായകൻ വേടനെതിരെ ഉയർന്നു വന്നത്. അപ്പൊ ഈ വേടനെ കണ്ടുപിടിക്കാൻ കാണിക്കാത്ത ഈ ഊർജവും എന്തുകൊണ്ടായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ മാത്രം CPM കാണിക്കുന്നത്? എന്താണെന്ന് അറിയത്തില്ല. അവരിങ്ങനെ അവരെ കുറ്റപ്പെടുത്തുവോ? കുറ്റപ്പെടുത്തി അവർ വിധിക്കുവാണ്. ഇപ്പൊ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ടല്ലോ. സമാനമായ ഒരു കേസാണ് വേടനെതിരെ ഉയർന്നു വന്നത്. പക്ഷെ വേടനെ എന്തുകൊണ്ടായിരിക്കും കണ്ടുപിടിക്കാനായിട്ട് CPM ഒരു എന്താ പറയാ, ഒരു ആവേശമോ ഒന്നും കാണിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? താഴ്ന്നപ്പെട്ട ജാതിക്ക് ആയിരിക്കും. അപ്പൊ വേടനെ പരോക്ഷമായി പിന്തുണയ്ക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത്? അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അത് തെറ്റല്ലേ? ഇപ്പൊ ഒരു പീഡന കേസിൽ രണ്ടുപേരും പ്രതിയാകുമ്പോൾ രണ്ടുപേർക്കും ഒരു തുല്യ ഒരു ഇതല്ലേ ആവശ്യമുള്ളത്? എന്തുകൊണ്ടായിരിക്കും CPM അങ്ങനെ തീരുമാനം ഒരുപോലെ എടുക്കാത്തത്? ഉയർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും, വളർന്നു പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും, നമ്മളെ കീഴ്പ്പെടുത്തുക. അതായിരിക്കും CPM നിലപാട്, കോൺഗ്രസ് നിലപാട് എല്ലാം പൊതുജനങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, ഇതിനൊക്കെ പ്രതികരിക്കാൻ വേണ്ടി അടുത്ത ഇലക്ഷനേ കഴിയുള്ളൂ. അല്ലാതെ ഒന്നും പ്രത്യേകിച്ച് അടുത്ത ഇലക്ഷൻ എന്താണ്, അതിനത്തിന് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരനുഭവിക്കേണ്ടി വരും. എന്തുകൊണ്ടായിരിക്കും CPM വേടനെ പോലെയുള്ളവരെ അനുകൂലിക്കുന്നതിന് കാരണം എന്തായിരിക്കും? അല്ല, അതിനകത്ത് എന്തെങ്കിലും പുള്ളിയുടെ സ്വാധീനം കൊണ്ടായിരിക്കും, അല്ല വേറെ എന്താ ഉണ്ടായിരിക്കും തോന്നുന്നു. കാരണം ഇതുവരെ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പുള്ളി സ്വാധീനിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. ആകെ ഒരു രാജിവെക്കലാണ് ഒരു കണക്ക് നല്ലത്. ഒരു കണക്ക് രാജിവെച്ച് പോകണമെന്നാണ് നമ്മുടെ എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് വിശ്വസിക്കാം. നമ്മളാരും കണ്ടിട്ടില്ല, എല്ലാം പുറത്തിന് മാത്രമല്ലേ ഉള്ളൂ, നമ്മളാരും കണ്ടിട്ടില്ലല്ലേ. ഇല്ല. പക്ഷേ ഈ വേടനെ പോലെയുള്ളവർ CPM എന്തുകൊണ്ടായിരിക്കും പിന്തുണയ്ക്കുന്നത്? എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം അങ്ങനെ തന്നെയാണ്. ഒന്നിനു വെച്ച് ഒരാളെ പറയാം. ഞാൻ പാർട്ടിക്കാരനാണ്, ഞാൻ പാർട്ടി ഫുൾ മെമ്പറാണ്. ഞാൻ ബ്രാഞ്ച് CPM-ൻ്റെ എല്ലാവരും ശരി തന്നെ. അതിൽ എതിരാളിയല്ലേ, അതുകൊണ്ടായിരിക്കാം. വേടനെ എന്തുകൊണ്ടായിരിക്കും അല്ല, ഇത് സപ്പോർട്ട് സത്യം ചെയ്യുന്നത്? എന്താണെന്ന് നമുക്കറിയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഏതോ ഒരു കുട്ടി പിന്മാറിയതായിട്ട് ഈ പിന്മാറിയതായിട്ടൊരു വാർത്ത ഉണ്ട്. അപ്പോൾ സത്യം എന്താണെന്ന് നമുക്കറിഞ്ഞൂടാ. നമ്മളൊക്കെ മൂന്നാമത്തെ കക്ഷികളാണ്. പിന്നെ രാഷ്ട്രീയമല്ലേ, അതങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത. പക്ഷെ ഒരു നിലപാടെടുക്കുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടല്ലേ ഒരു പാർട്ടി എടുക്കേണ്ടത്? രാഹുലിന് ഒരു രീതി, വേടൻ ഒരു രീതി, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും പാർട്ടി പരോക്ഷമായി അനുകൂലിക്കുകയാണ് അതിലൂടെ? അദ്ദേഹത്തെ ഇതുവരെ കണ്ടുപിടിക്കാനോ ലുക്ക് നോട്ടീസ് ഇറക്കിയിട്ട് പോലും ഇതുവരെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല. അതപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയമായിട്ടല്ലേ നമുക്ക് കണക്കാക്കേണ്ടത്? ആദ്യം വേടനെതിരെ ആയിരുന്നു ഇവർ, അത് കഴിഞ്ഞിട്ടാണ് ഈ തിരിഞ്ഞു വന്നിട്ട് പിന്നെ എങ്ങോട്ട് പോയി എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാവാം, ഒരു പക്ഷേ പോലീസിൻ്റെ അനാസ്ഥയാവാം. പോലീസ് അനാസ്ഥ പലതിലും കാണിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടപ്പെട്ടവരെ ഒഴിവാക്കി കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ ഇന്നത്തെ കാര്യം. അതുകൊണ്ട് അത് എങ്ങനെയാവാം, നമുക്ക് ഏതായാലും വ്യക്തമായിട്ടൊരു വാർത്ത വന്നാലേ നമുക്ക് അതിൻ്റെ സത്യസ്ഥിതി അറിയാം. വീണ്ടും ഇന്നും വേടനെതിരെ ഒരു യുവതി പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന തന്നെയാണോ അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? ഒരു പരാതി വന്നിട്ടുണ്ട്, അത്രയും വാർത്ത കണ്ടു. പക്ഷേ അത് സത്യമാണോ ഇല്ലയോ എന്ന്, കാരണം ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ആ പാർട്ടി രാഷ്ട്രീയമല്ലയോ,
CPM അപ്പോൾ വേടനെ പിന്തുണയ്ക്കുകയാണെന്നല്ലേ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ചേച്ചിക്ക് എന്ത് തോന്നുന്നു വാർത്തകൾ കാണുമ്പോൾ? കാരണം ഇത്രയും നാളായിട്ട് വേടനെ കണ്ടുപിടിക്കാനും എല്ലാ കേസുകളും പോകുന്നത് അത്രേ ഉള്ളൂ. അങ്ങനെ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഒരു നിലപാടെടുക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഒരേ രീതിയിലല്ലേ ഒരു പാർട്ടി എടുക്കേണ്ടത്? ഇപ്പം മറ്റു പാർട്ടിയിലുള്ള നേതാവായിരുന്നാൽ പോലും ഇപ്പം സ്ത്രീ വിഷയമായിട്ടുള്ളൊരു കേസിൽ അകപ്പെടുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ളൊരു നീതിയല്ലേ സർക്കാർ എടുക്കേണ്ടത്? അതിപ്പം എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിന്റെ പരാജയമായിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുന്നത്? പരാജയമായിട്ടേ വരുള്ളൂ എന്ന് തന്നെയാണ് തോന്നുന്നത്. ശരി. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് അല്ലേ? അതെ. അപ്പോൾ പിന്നെ ഈ വിവരം എങ്ങനെ തീരുമാനം എടുക്കും ഇടതുപക്ഷം? പക്ഷെ രാജി ആവശ്യപ്പെടുന്നുണ്ടല്ലോ. ഇന്നലെ പുറത്താക്കിയില്ല. അദ്ദേഹത്തെ സസ്പെൻഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. MLA സ്ഥാനത്ത് നിന്ന് ഇതുവരെ രാജി ചെയ്തിട്ടില്ല. പക്ഷെ വേടനെതിരെ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ പാർട്ടി പോലും അല്ല, ഒരു ഗായകനാണ്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഒരു കർക്കശമായിട്ടുള്ളൊരു തീരുമാനമൊന്നും CPM എടുക്കാത്തത്? അത് വേണമായിരുന്നു. വേണമായിരുന്നേ എന്തുകൊണ്ടായിരിക്കും അങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ അവർ എടുക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെതിരെ? അത് പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണല്ലോ. തെറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ ബാധകമാണല്ലോ ഒരേ വിഷയം വരുമ്പോൾ. കാര്യം ഇതാണ്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. ഇവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ നോക്കില്ല. ഇടതുപക്ഷത്തിന് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അത്രയോ. വേടനെ എന്തുകൊണ്ടായിരിക്കും CPM സംരക്ഷിക്കുന്നത്? വേടനെ അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഇവര് MLA അല്ലേ, ഇവരെല്ലാം വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ്. ഈ പെണ്ണുങ്ങൾ കേസിലൊക്കെ ഇപ്പം മുകേഷായ മറ്റൊരു കേസ്, മുകേഷും പെണ്ണു കേസിൽ പിടിക്കപ്പെട്ട് അത് വേറെ കേസ്. പക്ഷേ ഈ മാങ്കുട്ടി അങ്ങനെയല്ലോ, യുവ നേതാവല്ലേ വളർന്നു പറഞ്ഞ. അതുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കും CPM വേടനെ പോലെയുള്ളവരെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ എന്തായിരിക്കും? സംരക്ഷിക്കുന്ന പറയാനില്ല വേടനെ. പക്ഷെ കാരണം അദ്ദേഹത്തെ ഇത്ര നാളായിട്ട് കാണാനില്ല. അദ്ദേഹത്തിന് ഇതിന് ലുക്ക് ഔട്ട് നോട്ടീസ് വരെ ഇറക്കിയതാണ്. ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വകുപ്പ് അത്രയും മോശമാണെന്നല്ലേ അത് തെളിയിക്കുന്നത്? ഇത്രയും നാളായിട്ട് പറയാനില്ല. അത് പിടിക്കും, എത്ര മുങ്ങിയെല്ലാം പിടിക്കും. അതെങ്ങനെയാണെങ്കിലേ പിടിക്കുന്നത്? കാരണം കാമുകിയുടെ ഒപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഫോട്ടോ വരെ പരസ്യമായിട്ട് വേടം പോസ്റ്റ് ചെയ്തു. അപ്പൊ അത്രയും അതൊരു നമ്മളെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയല്ലേ? നിങ്ങൾ വേണമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുന്ന വേടൻ തന്നെ പറയുന്നതല്ലേ? എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പിണറായി സർക്കാരിന് ഒരു നടപടി എടുക്കാൻ പറ്റാത്തത്? പിടിക്കും എന്ന് തന്നെയാണ്. വേടന് ഒരു സപ്പോർട്ട് CPM അപ്പൊ ചെയ്യുന്നില്ല. ഇല്ല. എന്തുകൊണ്ടായിരിക്കും രാഹുലിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ അലമുറയിടുന്നത്? ഇപ്പൊ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് ഈ വേടന്റെ വിഷയം ഇപ്പൊ പറഞ്ഞില്ലേ, മുകേഷും സമാനമായ രീതിയിൽ വന്നതാണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇത് രാഷ്ട്രീയ തന്ത്രം. അദ്ദേഹത്തെ രാജിവെക്കാതെ അതാണ് കണ്ട BJP CPM ഒരേ നിലവാരത്തിൽ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. പക്ഷെ അവരിൽ എന്തെങ്കിലും കുറ്റം വരണമെങ്കിൽ അത് ജനങ്ങൾ അറിയേണ്ട വിഷയമില്ല. മിണ്ടില്ല. അത് തന്നെ സത്യം. അല്ല, കോൺഗ്രസ്സുകാരൻ്റെ ആണെങ്കിലും വേറെ ലീഗുകാരൻ്റെ ആയിരുന്നാലും അവർ കിടന്ന് തന്നെ അവർ ജോലി ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ഇതിപ്പോൾ എന്തായിരുന്നാലും ആ KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് തൽക്കാലം രാജി വേണ്ട. അഥവാ ഇപ്പോൾ രാജി വെച്ചാൽ ഉടനെ തന്നെ BJPക്കാർ ഇപ്പം അവിടെ ബൈ ഇലക്ഷന് അപ്പോഴത്തേക്ക് ആ ഒരു സീറ്റും. അതാണ് അതിന് വിശേഷം. എന്തുകൊണ്ടായിരിക്കും ഈ വേടനെ പോലെയുള്ളവർ CPM? അതാണ് പറഞ്ഞത്. കാരണം അവരുടെ സാംസ്കാരിക സംഘടനയിൽ ഇന്ന് ഈ പറഞ്ഞ കണക്കെല്ലാം മാറ്റിയിട്ട് അവർക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കണം. അപ്പം അത് തന്നെ ഏറ്റവും വലുത്. അത് തന്നെ വിശേഷം. വേറൊരു അമ്പലങ്ങളിലും BJPക്കോ കോൺഗ്രസിനെ ചെന്ന് കയറാൻ വയ്യാണ്ട് അടുത്ത കടയ്ക്കലൂർ ക്ഷേത്രത്തിനകത്ത് വെച്ച് CPMന്റെ ഒരു വിപ്ലവഗാനം, അതൊക്കെയാണ് വിശേഷം. അപ്പം അവർക്ക് നല്ലത്, ബാക്കിയുള്ളവർ ചെയ്താൽ അത് തെറ്റ്. ഈ വേടനെ കുറെ നാളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. എവിടെയായിട്ട് കണ്ടുപിടിക്കും? പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തല്ലേ അവ ഉള്ളത്. ആഭ്യന്തര വകുപ്പിന്റെ ഒരു പരാജയം തന്നെ. കാരണം അവരൊക്കെ അറിയാം ഈ വേട എവിടെ ഇരിപ്പുണ്ട്, എങ്ങനെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം. CPM എന്തായാലും വേടനെ സംരക്ഷണം തന്നെ 100% അല്ല 1000% നമ്മൾ പറയേണ്ട യുക്തിയല്ല. എന്നാലും പറയാം, 100% ഈ വേടന് അനുകൂലം തന്നെ ഈ സർക്കാർ. ഞാനിപ്പോൾ അതിന് മറുപടി പറയുന്നില്ല. മറുപടി വരാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ഞാൻ ഒരു ജീവനക്കാരനാണ്. അപ്പം പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. എന്നാണ് നടപടി? ആ കേസിന് പല വകുപ്പുകളുമുണ്ട്. മനസ്സിലായി? കേസിന് പല നടപടി വകുപ്പുകളുമുണ്ട്. ആ വകുപ്പറ്റിയില്ല ആയിരിക്കും വേടന്റെ പേരിൽ കേസെടുക്കാത്തത്. കേസ് എടുത്തിട്ടുണ്ട്, ലുക്ക് ഔട്ട് നോട്ടീസ് വരെ ഇറക്കിയതാണ്. പക്ഷെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അദ്ദേഹത്തെ. കണ്ടുപിടിക്കാൻ ഇനിയിപ്പോൾ വല്ല രാജ്യത്തെ ഭൂമിയുടെ അടിയിലായിരുന്ന വലിയ ഇവിടുത്തെ സത്തനെ കൊന്നാണ്. അത് കിട്ടേണ്ട സമയത്ത് കിട്ടും. പക്ഷെ എല്ലാത്തിലും കേരളം നമ്പർ 1 ആണെന്നാണല്ലോ എല്ലാ മന്ത്രിമാരും കിടന്ന് പുകഴ്ത്തി പറയുന്നത്. അപ്പൊ ആ നമ്പർ 1 ആയ കേരളത്തിൽ ഒരു വ്യക്തിനെ കണ്ടുപിടിക്കാൻ ഈ കൊച്ചു കേരളത്തിൽ ഈ രാഷ്ട്രീയങ്ങളെ നടക്കുള്ളൂ. തെറ്റുകാരനെ ഇവിടെ ജീവിക്കാൻ പോകും.
പിന്നെ എന്നെ പോലെ ഉള്ളവനൊന്നും ജീവിക്കാക്കില്ല. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കങ്ങനെ അറിയാൻ പറ്റും? എനിക്കറിയില്ല. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരേ സമാനമായ കേസ് ഒരാളിനെ ഇറക്കാൻ വേണ്ടി ഓരോരുത്തർ ഓരോ അഭിപ്രായത്തിൽ പറയുന്നുണ്ട്. അത് സത്യമാണെന്ന് നമുക്കറിയില്ല. അതിന് തെളിവുണ്ടെങ്കിൽ സത്യമായിരിക്കും. രാഹുൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അറിയില്ല. അത് രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും നീക്കങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. വേടനെ അപ്പം പരോക്ഷമായിട്ട് ഈ CPM പിന്തുണയ്ക്കുകയല്ലേ ഇതിലൂടെ ചെയ്യുന്നത്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ.